മഞ്ചേരിയിൽ ഞാൻ പ്രാക്ടീസ് ആരംഭിച്ച കാലത്ത് ഒരു പഴയ വീട് 15 റുപ്യക്ക് വാടകയ്ക്ക് ഞാൻ എടുത്ത് താമസിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ വീട് പിന്നെ ഞാൻ അദ്ദേഹത്തോട്, അതിൻ്റെ ഉടമയോട് വാങ്ങുകയുണ്ടായി, വാങ്ങുകയുണ്ടായി. അതിൻ്റെ പിന്നിലൊരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഭൂപരിഷ്കരണ നിയമം നടപ്പായി വരുന്ന കാലമാണ്. 57 പാസ്സായെങ്കിലും 964 അത് നടപ്പാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ അത് നടപ്പായി വരുന്ന ആ കാലത്ത് അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു പ്രതിഫലനം രാജ്യം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു കാലത്താണ്. ഈ വീട്ടിൻ്റെ ഉടമ ഒരു പഴയ യാഥാസ്ഥികനായ ഒരു മുതലാളിയാണ്. അദ്ദേഹം ഒരു ദിവസം എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഒരു നിയമോപദേശം. ഞങ്ങളുടെയൊക്കെ പഴയ കാലത്തെ ഉടമസ്ഥാവകാശത്തിലുണ്ടായിരുന്ന കൃഷിഭൂമി കൃഷിക്കാരനെ ഏൽപ്പിച്ചു കൊടുത്തു, അവൻ പാട്ടം തന്നിരുന്നു. ആ പാട്ടഭൂമികളൊക്കെ ഭൂപരിഷ്കരണ നിയമപ്രകാരം അവർക്ക് പതിച്ചു കൊടുക്കാൻ ഓർഡറായി. ഞങ്ങൾക്ക് തുച്ഛമായ പ്രതിഫലം ഗവൺമെൻറ് തന്നു, ഭൂമിയൊക്കെ അവരതായി. അതേപോലെ ഇന്ന് ഒരുപാട് വീടുകളും കെട്ടിടങ്ങളും ഷോപ്പുകളും ഉടമസ്ഥന്മാർ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാലത്ത് ഈ വാടകക്കാരന് അവൻ വാടകയുടെ കുറഞ്ഞ സംഖ്യ ഞങ്ങൾക്ക് തന്ന് ആ വീട്, ആ കെട്ടിടം അവരുടേതാവുന്ന ഒരു കാലം വരാൻ സാധ്യതയുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, അതൊരു സത്യമാണ്. ഭൂമിയൊക്കെ നിങ്ങളതായിരുന്നു, നമ്മളതൊക്കെയായിരുന്നു, അതെല്ലാം കുടിയന്മാരതായി. അവരൊന്നും ഉണ്ടാക്കിയ നിയമത്തിൻ്റെ അതാണ്. അതിനു വേണ്ടിയാണ് ഒരു പുരോഗമന സോഷ്യലിസ്റ്റ് ആശയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എല്ലാവരും നടത്തുന്നത്. ഇത് ഉറപ്പല്ലേ, കെട്ടിടങ്ങൾ മുഴുവനും മലയാളിൻ്റെതാണെന്നുള്ള ആ കാലം മുതലാളിത്തം അവസാനിക്കാൻ പോവുകയാണ്, കെട്ടിടം പോകാനാണ് സാധ്യത. അതിൻ്റെ വാടകയുടെ ഇപ്പോൾ ഭൂമി പതിച്ചു കൊടുക്കുമ്പോൾ പാട്ടത്തിൻ്റെ പകുതിയുടെ 16 ഇരട്ടി ജമ്മിക്ക് കൊടുക്കണം. ആ 16 ഇരട്ടി ഒന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ 12 ഇരട്ടി മതി, 3/4 ഭാഗം കൊടുത്താൽ ജമ്മിക്ക് കൊടുത്താൽ ഇവൻ്റെ സ്വന്തമായി പിന്നെ പാടം. അതുപോലെ വാടകയുടെ 16 ഇരട്ടിയുടെ 3/4 ഭാഗം ഒന്നിച്ചു കൊടുത്താൽ ആ കെട്ടിടം അവൻ്റേതാകുന്ന കാലം വരും എന്ന് പറഞ്ഞു. അത് അയാൾക്ക് നല്ലോണം, അയാൾ ആദ്യം തന്നെ ആലോചിച്ചിട്ടാണ് വന്നത്. അയാൾ നേരെ പോയി എൻ്റെ ക്ലാർക്കുമാരിൽ ഒരാൾ ടാക്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനെ സഹായിച്ച ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ബാലശങ്കരൻ നായർ. അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹത്തെയും കൂട്ടി വീട്ടിൽ വന്നു. പിറ്റേ ദിവസം എന്നോടൊരു ചോദ്യം, വക്കീൽ ഈ വീട് നിങ്ങൾ എടുക്കുമോ? എടുക്കാനിപ്പോൾ നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ എടുത്തുകൂടായൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ലല്ലോ. എന്നാൽ പിന്നെ അതിനെന്താ, എങ്ങനെയാണ് അതിനൊരു വില നിശ്ചയിക്കണല്ലോ? ഞാനും എൻ്റെ ക്ലാർക്കും അദ്ദേഹവും കൂടി ചർച്ച ചെയ്തു. അവസാനം 30 സെൻറ്റ് സ്ഥലവും ഒരു പഴയ കെട്ടിടവും മഞ്ചേരി പട്ടണത്തിൽ കോടതിൻ്റെ മുമ്പിൽ ഞങ്ങൾ തീരുമാനിച്ച വില 30,000 ഉറുപ്പ്യാണ്. അന്ന് 30,000 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 60 ലക്ഷം എന്ന് കൂട്ടിയാൽ തികയില്ല. അത്രയും വലിയ വ്യത്യാസം നാണയത്തിൻ്റെ വിലയിൽ ഇന്ന്. 30,000 ഉറുപ്പ്യ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു ഒരു മാസത്തെ ഇടവ് വേണം. ഞാൻ അപ്പം തന്നെ 10,000 ഉറുപ്പ്യ അഡ്വാൻസ് കൊടുത്തു. ബാക്കി 20,000 ഉണ്ടാക്കാൻ ഒരു മാസത്തെ ഇട ചോദിച്ചു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസം തികഞ്ഞു, 20,000 ഉറുപ്പ്യ കൊടുത്തു. അത് അദ്ദേഹം എനിക്ക് തീരു തന്നു. ആ സ്ഥലം ഇന്നും എൻ്റെ കയ്യിലുണ്ട്. അവിടെയാണ് ഞാൻ പിന്നെ താമസിച്ചു, 1 കൊല്ലം താമസിച്ചു. അത് കഴിഞ്ഞ് ആ വീട് പൊളിച്ച് അവിടെ മോശമല്ലാത്ത ഒരു പുതിയ വീട് കെട്ടി ഉണ്ടാക്കി. ആ കെട്ടി ഉണ്ടാക്കാൻ ചിലവ് ഒരു 45,000 ഉറുപ്പ്യ ചിലവായി. അപ്പോൾ 45 ഈ 30 75,000 ഉറുപ്പ്യാണ് എൻ്റെ ആ ബംഗ്ലാവും വീടിനുമൊക്കെ അന്നത്തെ വില. അത് ഇന്ന് 75 ലക്ഷം അല്ല, 175 ലക്ഷം കിട്ടിയാലും കൊടുക്കില്ല, അത്ര നല്ല സ്ഥലമായി മാറി. അതെല്ലാം നല്ലൊരു വീടായിരുന്നു. അത് വളരെ ആഘോഷപൂർവമാണ്. അതിൽ ഹൗസ് വാമിംഗ് സെറിമണിയൊക്കെ നടത്തി. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ബഹുമാന്യനായ കരുണാകരൻ മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്തു. അങ്ങനെ അത് ധന്യമാക്കി. ആ വീടിൻ്റെ ഹൗസ് വാമിംഗ് സെറിമണി, വീട് കുടിയിരിക്കൽ കർമ്മം കഴിഞ്ഞ് അതിൽ താമസിച്ചുകൊണ്ടാണ് പിന്നെ ബാക്കി ജീവിതങ്ങളൊക്കെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോയത്. ഈ വീട്ടിൻ്റെ താമസവും ജീവിതവും ആരംഭിച്ച സാഹചര്യം തന്നെ 3 മക്കളും ഭാര്യയും ഞാനും വന്നാണല്ലോ വക്കീൽ പണി തുടങ്ങുമ്പോൾ താമസിക്കുന്നത്.
അതെല്ലാം ഞാൻ ഉദ്ദേശിച്ച മാതിരി കുറച്ചൊക്കെ താമസിച്ചാണെങ്കിലും നല്ല നിലയിൽ തന്നെ പൂർത്തീകരിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ അന്നും എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു മാനസിക സംഘർഷം എൻ്റെ ഭാര്യയുടെ സൂക്കടായിരുന്നു. അവരൊരു ആസ്മ രോഗിയായിരുന്നു. ആസ്മ എന്ന് പറഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത രോഗമാണ്. അന്നും ഇന്നും അതെ. ഒരു പ്രതിവിധി ഇന്ന് വരെ മെഡിക്കൽ രംഗം അതിന് കണ്ടുപിടിച്ചിട്ടില്ല. ഇതാണെങ്കിൽ മറ്റാർക്കും അതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള രോഗവുമായിരുന്നു. ആസ്മ മാസത്തിൽ 1-2 പ്രാവശ്യം വരും. അതിന് വന്നു കഴിഞ്ഞാൽ 2 മൂക്കും അടക്കും. വായയിലൂടെ ശ്വാസം അയക്കണം, ഭക്ഷണം കഴിക്കണം, വർത്തമാനം പറയണം, എല്ലാം വായ മാത്രം. അതിൽ ശ്വാസം വലിക്കാൻ കിട്ടാതെ കഷ്ടപ്പെടുന്ന സ്ഥിതി. കയറിട്ട് തൂങ്ങിയിരുന്നിട്ടാണ് ശ്വാസം വലിക്കുക. ഈ സമയത്താണ് ഞാൻ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിക്കുന്നത്. 3 മക്കളെ സംരക്ഷിക്കണം, ഭാര്യയെ നോക്കണം, രോഗത്തിന് ചികിത്സിക്കണം, കേസ് പഠിക്കുകയും വേണം. അതൊരു വല്ലാത്ത ജീവിത അനുഭവമായിരുന്നു. വിശദീകരണത്തിന് വഴങ്ങാത്ത വിധത്തിൽ മാനസിക സംഘർഷം നേരിട്ട ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ പല ചികിത്സയും പരാജയപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ വക്കീൽ, ബാറിലെ ഒരു വക്കീൽ ഉസ്മാൻ കോയ, അദ്ദേഹം പറഞ്ഞു എന്നോട്, നമ്മുടെ മൂവാറ്റുപുഴയിൽ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്, ഒരു ആശുപത്രി നടത്തുന്നു അദ്ദേഹം ഈ രോഗം മാറ്റാൻ വിദഗ്ധനാണ്. ഈ ഉസ്മാൻ കോയക്ക് ഈ ആസ്മ രോഗമുണ്ട്. അദ്ദേഹം ആ ഡോക്ടറെ അടുത്ത് പോയി ഈ ചികിത്സ ചെയ്ത് അത്യാവശ്യം സുഖമായി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ഡോക്ടർ ബാലകൃഷ്ണൻ, ചാരീസ് ക്ലിനിക്ക് എന്നതിൻ്റെ പേര്, മൂവാറ്റുപുഴയാണ് അദ്ദേഹത്തിൻ്റെ ആശുപത്രി. അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ചില വിവരങ്ങൾ വെച്ച് മഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് ശ്രീധരൻ, അദ്ദേഹത്തെ പോയി കണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംഭാഷണം നടത്തി. അദ്ദേഹം പറഞ്ഞു, സംഗതി ശരിയാണ്, ആളെ ചികിത്സയെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങളത് അന്വേഷിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ കോർട്ടിസൺ എന്ന ഒരു മരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയുള്ള ഹൈഡ്രോകോർട്ടിസൺ, അത് അമിതമായ അളവിൽ രക്തത്തിലേക്ക് അടിച്ച് കയറ്റലാണ് ഇയാളെ പണി. അത് കയറിയാൽ 2 കാര്യമുണ്ട്. ഒന്ന്, ശരീരം വെറുതെ തടിച്ചു വരും, കഴുത്തും മുഖവും വണ്ണം വെക്കും. ആസ്മ കുറച്ചു കാലം നിന്നു വരും. അത് 5-10 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് അത് വേണോ വേണ്ടേ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഈ വിവരം വന്ന് ഭാര്യയായിട്ട് സംസാരിച്ചു. ഭാര്യ പറഞ്ഞത്, ഞാൻ ഇന്നും ജീവിക്കുന്നത് ശരിയായിട്ടല്ലല്ലോ. ആ ചികിത്സ കഴിഞ്ഞ് ഒരു 5-10 കൊല്ലം എനിക്ക് രോഗമില്ലാതെ കിട്ടും എന്നല്ലേ ഡോക്ടർ പറഞ്ഞ്. അത്ര മതി, പിന്നെ ഞാൻ മരിച്ചു പോകാൻ, ഇപ്പം ഞാൻ മരിച്ച മാതിരിയാണല്ലോ, മരിച്ചു പോവുകയാണെങ്കിൽ പോട്ടെ, എനിക്ക് ആ ചികിത്സ വേണം. ഭാര്യയുടെ നിർബന്ധപ്രകാരം ഞാൻ അവിടെ കൊണ്ടുപോയി. പറഞ്ഞ മാതിരി തന്നെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ കഴിഞ്ഞ് 2-3 പ്രാവശ്യം പോയി. രോഗം പറ്റ സുഖപ്പെട്ടു, തീരെ ഇല്ലാതായി. ഒരു 6 കൊല്ലം ആസ്മ രോഗമല്ല, ഒരു രോഗവുമില്ല. തടി കുറച്ച് വണ്ണം വെച്ചിരുന്നു. 6ാമത്തെ കൊല്ലപ്പോൾ ശ്രീധരൻ ഡോക്ടർ പറഞ്ഞതുപോലെ അതിശക്തമായിട്ട് ആത്മയും മറ്റ് പ്രത്യാഘാതങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അസഹനീയമായ സ്ഥിതി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിലെ പേ വാർഡിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ അവർ മരണപ്പെട്ടു. അതായിരുന്നു ജീവിതത്തിൽ ഏറ്റവും സംഘർഷഭരിതമായ രംഗം. അത് കഴിഞ്ഞ് ഞാനൊരു 5-6 മാസം ഇങ്ങനെ ഇരുന്നു. അപ്പോൾ 4 മക്കളുമുണ്ട്. ചെറിയ മകന് 8 വയസ്സ്, വലിയ മകൻ 16 വയസ്സുണ്ടായിരുന്നു. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ കാലത്താണ് ഇത് സംഭവിച്ചത്. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ ഈ മരിച്ച ഭാര്യയുടെ അമ്മാവൻ, അങ്കിൾ, അദ്ദേഹം ഒരു ദിവസം രാവിലെ വീട്ടിൽ കയറി വന്ന് പറഞ്ഞു, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ മകൾ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു വിദ്യാർത്ഥി, അതിനെ എന്നെക്കൊണ്ട് വിവാഹം ചെയ്തു തന്നു. അദ്ദേഹത്തിൻ്റെ നിർബന്ധവും അവൾക്ക് ഇഷ്ടമാണ്, അവളും സമ്മതിച്ചിട്ടുണ്ട്, നിങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞു. ആ സഹായം ഇന്നും തുടരുകയാണ്.
അങ്ങനെ ആ വിവാഹം കഴിഞ്ഞു. ഞാൻ ആ വീട്ടിൽ തന്നെ താമസിച്ചു. ഇതായിരുന്നു സംഘർഷഭരിതമായ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം. ഇപ്പോഴത്തെ ഭാര്യ വന്ന് എനിക്കിപ്പോൾ 38 കൊല്ലമായി. അതിലൊരു മകളുണ്ട്. ആദ്യത്തെ 4 മക്കളും സുഖമായി, അവർക്കൊക്കെ അവരുടെ ജോലിയുണ്ട്. ഇപ്പം അങ്ങനെ കഴിഞ്ഞ് കടന്നു പോകുന്നു. ഇതാണ് അന്നത്തെ ഒരു അനുഭവം. എനിക്ക് പറയാനുള്ളൊരു വിഷമമുള്ള സംഗതി. വക്കീലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ KPCC മെമ്പർ എന്ന നിലയിൽ രാഷ്ട്രീയത്തിലും സജീവമാണ്. അതിൽ ഒരു പ്രധാന സംഭവം 1975 വന്ന അടിയന്തരാവസ്ഥയായിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയി വരുന്നത് 1970 നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച് പ്രധാനമന്ത്രിയായി വരികയാണ്. അതിനു മുമ്പ് ഉണ്ടായ തർക്കം അതൊന്നും പറയുന്നില്ല. ആ ഭരണം മുന്നോട്ട് പോയപ്പോൾ ഇവരുടെ എതിർ സ്ഥാനാർത്ഥിയായി പരാജയപ്പെട്ട രാജനാരായണൻ തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തു. ആ കേസ് കുറേ വിചാരണ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിക്കെതിരായി വിധി വന്നു. ആ വിധി, തെരഞ്ഞെടുപ്പ് ദുർബലപ്പെടുത്തി വന്ന വിധി അപ്പീൽ കൊടുത്തു. ഹൈക്കോടതിയും അത് അപ്പീൽ ചെയ്തു. സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞു. കീഴ്ക്കോടതി വിധി സ്ഥിരപ്പെടുത്തി. അതോടുകൂടി നാട്ടിലങ്ങ് ഇളകി ഇന്ദിരാഗാന്ധി രാജിവെക്കുക. അത് വലിയ സംഭവമായി മാറി. അതിന് എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് കൂടി വിമോചന സമരമായി. അതിൻ്റെ നേതാവായി മഹാനായ ജയപ്രകാശ് നാരായണൻ നേതൃത്വം ഏറ്റെടുത്തു. ആ പ്രത്യക്ഷ സമരം കൊടുമ്പിരിക്കൊണ്ട സമയത്ത് പിടിച്ചു നിൽക്കാൻ ഒരു വഴിയും ഇല്ല എന്ന ഘട്ടം വന്നു. ഇന്ദിരാഗാന്ധിയുടെ കേസ് ദുർബലപ്പെടുത്താൻ, തെരഞ്ഞെടുപ്പ് ദുർബലപ്പെടുത്താൻ കോടതി പറഞ്ഞ കാരണങ്ങൾ വളരെ ചെറിയൊരു സംഭവമായിരുന്നു. അത്ര ചെറിയൊരു സംഭവത്തിന് ഇത്ര വലിയൊരു സ്ഥാനം ത്യാഗം ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായം നേതൃത്വത്തിൻ്റെ മുമ്പിലുണ്ടായി. ആ അടിസ്ഥാനത്തിൽ ഒരു പ്രതിവിധി കണ്ടുപിടിച്ചത് ബംഗാളിലെ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാവും സുപ്രീം കോടതിയിലെ വക്കീലുമായിരുന്നു സിദ്ധാർത്ഥ ശങ്കർ റായ്. അദ്ദേഹമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം, മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യണം, അതുണ്ടെങ്കിലല്ലേ കേസിൻ്റെ പ്രശ്നമുള്ളൂ, അതിന് അത് നടപ്പാക്കാനുള്ള ഓർഡറിന് ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത അദ്ദേഹമായിരുന്നു. അങ്ങനെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഭരണഘടന സസ്പെൻഡ് ചെയ്തു. പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അതിൽപ്പെട്ടതായിരുന്നു ജയപ്രകാശ് നാരായണൻ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസിൽ നിന്ന് 70 മുമ്പ് തെറ്റിപ്പിരിഞ്ഞു പോയ മൊറാർജി ദേശായിനെ അറസ്റ്റ് ചെയ്തു. എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ജയിലിലായി. അതൊരു വല്ലാത്ത സംഭവമായിരുന്നു. അടിയന്തരാവസ്ഥയുടെ അമിതാധികാര വാഴ്ച കൊടികുത്തി വാഴുന്ന കാലം. ഈ കാലത്ത് ഇന്ത്യ മുഴുവൻ പോട്ടെ, നമ്മൾ കേരളത്തിലേക്ക് വരിക. 1970 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഐക്യമുന്നണി ഗവൺമെൻറ്, അതിൻ്റെ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ എന്ന CPI നേതാവായിരുന്നു. അതിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് K കരുണാകരനാണ്, കോൺഗ്രസ് നേതാവ്. മുഖ്യമന്ത്രി അച്യുതമേനോനാണെങ്കിലും ആഭ്യന്തരവും മറ്റ് നയപരമായ തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നതിൽ വലിയ സ്വാധീനവും നേതൃത്വവും കരുണാകരൻ തന്നെയായിരുന്നു. ദേശീയ അടിയന്തരാവസ്ഥ കേരളത്തിൽ അങ്ങ് കൊടികുത്തി വാഴാൻ തുടങ്ങി. പല പ്രധാനികളെയും അറസ്റ്റ് ചെയ്തു. മലപ്പുറം ജില്ലയിലേക്ക് മാത്രം കടന്നാൽ ഒരു കാരണവും കുറ്റവും ചെയ്യാത്ത ആളുകൾ, നിലമ്പൂരിൽ നിന്ന് ഒരു ഉണ്ണി എന്ന് പറഞ്ഞൊരാൾ BJPയുടെ അനുഭാവിയായിരുന്നു എന്ന് മാത്രം, അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ജമാഅത്തെ ഇസ്ലാമിക്കാരെ മുഴുവൻ പിടിച്ച് ജയിലിലാക്കി. അതുപോലെ തന്നെ തനിക്കിഷ്ടമില്ലാത്ത പലരും ജയിലിലായി. അത് ജയിലങ്ങ് നിറയാൻ തുടങ്ങി. അത് നമ്മുടെ തൃക്കളം കൃഷ്ണൻകുട്ടി എന്നൊരു കഥാപ്രസംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തിൽ അദ്ദേഹം പാടി, 1.5 ലക്ഷം തന്നാൽ നിന്നെ ഇപ്പം തന്നെ വിട്ടിടും, ഒന്നും തന്നില്ലെങ്കിൽ പിന്നെ ക്യാമ്പയിലിട്ട് ഉരുട്ടിയിടും. അത് രസകരമായ കഥാപ്രസംഗമായിരുന്നു.
ആ രീതിയിലായി കാര്യങ്ങൾ. അങ്ങനെ ഇത് കൊടുമ്പിരി കൊണ്ട സമയത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനും KPCC മെമ്പറും സർവോപരി കരുണാകര വിഭാഗത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഞങ്ങൾ ഒന്ന് രണ്ടാൾ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കരുണാകരനെ നേരിട്ട് കണ്ട് ഞാനാണ് ഒരു നിർദ്ദേശം വെച്ചത്. ഞാൻ പറഞ്ഞു, ഈ നിരുപാധികം പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ വെക്കുന്നത് നമ്മുടെ നാളത്തെ പ്രവർത്തനത്തിന് അപകടം വരും. ഇവരാരും ഒരു കുറ്റം ചെയ്യാത്തവരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ വടക്കേ ഇന്ത്യയിലോ കാശ്മീരിലോ ചില വിപ്ലവങ്ങളോ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടാകും. കേരളത്തിൽ അവർ നിസ്കരിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാത്തവരാണ്. അവർ കുറ്റം ചെയ്തില്ല. അവരെന്തിന് ജയിലിൽ വെക്കണമെന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ BJP അനുഭാവിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഉണ്ണിനെ അറസ്റ്റ് ചെയ്തത്. അതും നിലമ്പൂരിൽ നല്ല അഭിപ്രായമല്ല ഉണ്ടാക്കുന്നത്. ഈ തരത്തിൽ പോയാൽ നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ എന്താ അതിന് വഴിയെന്ന് ചോദിച്ചു കരുണാകരൻ. തൻ്റെ നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ അറസ്റ്റിൽ കടക്കുന്നവർ അവരിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് എഴുതി വാങ്ങുക. ഈ തരത്തിൽ ഒരു കുറ്റവും ഞങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശവുമില്ല. വ്യവസ്ഥാപിതമായ ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ, അതിനെതിരായി പ്രവർത്തിക്കാൻ ഒരിക്കലും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് എഴുതി വാങ്ങുക. അപ്പോൾ അത് എഴുതി വാങ്ങിയിട്ട് അവരെ ജാമ്യത്തിൽ വിടുക. ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയും. മിസ എന്നാണ് അതിന് പറയുക. ആ ആക്ട് പ്രകാരമാണ്. ആ ആക്ട് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. ജാമ്യം കൊടുക്കണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. പ്രോസിക്യൂഷൻ, ഗവൺമെൻറ്റിൻ്റെ ഭാഗം, വക്കീൽ കോടതിയിൽ പറയണം നോട്ട് ഒപ്പോസ്ഡ്, ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ജാമ്യം കൊടുക്കുള്ളൂ. എതിർക്കുമെന്ന് പറഞ്ഞാൽ എത്ര ചെറിയ കുറ്റമായാലും ജാമ്യം കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങുക, ഞങ്ങൾ ജാമ്യത്തിന് അർജി കൊടുക്കുക, നോട്ട് ഒപ്പോസ്ഡ് എന്ന് പറയുക ഗവൺമെൻറ്, അങ്ങനെ വിട്ടുപോയിക്കോട്ടെ. അത് ശരിയാണെന്ന് കരുണാകരൻ സമ്മതിച്ചു. അങ്ങനെ ആദ്യം ഞാൻ അർജി കൊടുത്ത് ജാമ്യത്തിലിറക്കിയത് നിലമ്പൂർക്കാരനും വൈദ്യർ ഉണ്ണി എന്ന ആളെയായിരുന്നു. പിന്നെ ജമാഅത്തുകാരെ പിടിച്ചവരെ മുഴുവനും താഴെ ഇറക്കി, എല്ലാവരും വിട്ടുകൊണ്ടുപോയി. അപ്പോൾ അടിയന്തരാവസ്ഥ കേരളത്തിൽ ഒരു പ്രശ്നമായിരുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട അറസ്റ്റ് നടന്ന് മമ്പാട് അധികാരി അത്തമോയിൻ എന്ന ആളെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു റൈസ് മില്ലുണ്ടായിരുന്നു, അത് പോലീസ് റെയ്ഡ് ചെയ്തു. അവിടെ എന്തോ കള്ളത്തരവും കൊള്ളയും നടക്കുന്നുണ്ട് എന്നാണ് പ്രചാരവേല. അതല്ല, ആർക്കോ വിരോധമുണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പരിശോധിച്ചിട്ട് ഒരു കുറ്റവും കണ്ടില്ല, മടങ്ങിപ്പോന്നു. പോലീസ് മടങ്ങിപ്പോന്നു. വൈകുന്നേരം ആകുമ്പോഴേക്ക് പോലീസിന് നിർദ്ദേശം കിട്ടി അധികാരിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക. അവിടെയാണ് ഈ കുഴപ്പങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ പിന്നിൽ ആരാണ് കളിച്ചതെന്നൊക്കെ പിന്നീട് മനസ്സിലായി. അധികാരിയെ അറസ്റ്റ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു. ഇയാളെടുത്ത് ഞങ്ങൾ പോയി കയറി ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മാപ്പ് എഴുതി കൊടുത്താൽ നിങ്ങളെയും ജാമ്യത്തിലെടുക്കാറ്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ കിടന്ന് മരിച്ചാലും ഞാൻ മാപ്പ് എഴുതൂല, ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല, ഇനി കുറ്റം ചെയ്യൂല എന്ന് തന്നെ എഴുതി കൊടുക്കാനും തയ്യാറില്ല, എന്താച്ചാൽ വരട്ടെയാണ്. അങ്ങനെ ആൾ 2 ആഴ്ച കടന്നു. അപ്പോഴേക്ക് രോഗവും ബുദ്ധിമുട്ടും ഒക്കെ വരാൻ തുടങ്ങി. വാസ്തവത്തിൽ ഞാനുമായിട്ടൊരു അകന്ന ബന്ധുത്വമുള്ള ആളാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ വേറെയും ചില നേതാക്കളും കൂട്ടി പോയി വീണ്ടും ഞങ്ങൾ നിർബന്ധിച്ചു. അദ്ദേഹം എഴുതി തന്നു. അത് കോടതിയിൽ പറഞ്ഞ് ജാമ്യത്തിൽ അദ്ദേഹത്തെയും പിടിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു കുറ്റവും ഉണ്ടായിരുന്നില്ല, ഒന്നും കണ്ടുപിടിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് ആർക്കോ ഒരു വിരോധം നേതാക്കന്മാരിൽ ഉണ്ടായിരുന്നു. അതിന് ഈ പകപോക്കലും വിരോധം തീർക്കലും ഒക്കെ ഈ രീതിയിലായി. വേറെയും ചില പ്രമാദമായ അറസ്റ്റ് ഉണ്ടായില്ല. ഇതൊക്കെ ഞങ്ങൾ 2-3 ആളുകൾ ഇടപെട്ടാണ് കുറേ തടുത്ത് നിർത്തിയത്. ഈ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശവും അതിന് പ്രതികളുടെ ആരെയൊക്കെ പിടിക്കണം എന്നുള്ളതിൻ്റെ ലിസ്റ്റും ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ വരികയാണ്. അതാണ് DSPയും DYSPയും നടപ്പാക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകനും ഒരു നല്ല വ്യക്തിയുമായ C. ശ്രീധരൻ നായർ അഡ്വക്കേറ്റ്, അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് കേരളത്തിൽ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം പോലീസ് സ്റ്റേഷനിൽ വന്നതായിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടി. അപ്പോൾ ഞാൻ വളരെ ദുഃഖിതനായി. ഞങ്ങൾ 1-2 ആളുകൾ DYSPയെയും DSPയെയും പോയി കണ്ടു. അവർ പറഞ്ഞു, ഇങ്ങനെയാണ് സ്ഥിതിയുള്ളത്,
അത് നമുക്ക് ദോഷകരമായി ബാധിക്കും. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ DYSP KGK കുറുപ്പ് അദ്ദേഹം പറഞ്ഞു തൽക്കാലം മാറി നിന്നോട്ടെ, അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി തന്നു. ഇങ്ങനെ പലതിലും ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ഒഴിവാക്കി കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹം ചെയ്ത തെറ്റെന്തായിരുന്നു വെച്ചാൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFI ആയിരുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം കൊണ്ടുവരുന്നത് നക്സലേറ്റ് പ്രവർത്തനം ആശയവുമുള്ള ആളാണ്, അതുകൊണ്ട് അക്രമം ചെയ്യാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെ കെട്ടിച്ചമച്ച കഥകൾ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യുക. അതെല്ലാം ഒഴിവാക്കാൻ ഞങ്ങൾ കുറച്ച് ആളുകൾ ശ്രമിച്ചതുകൊണ്ട് അന്ന് നടന്നില്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. ഇന്ദിരാഗാന്ധി ഡൽഹിയിലിരുന്നാണ് അടിയന്തരാവസ്ഥ നിയന്ത്രിക്കുന്നത്. മലപ്പുറം ജില്ലയിലുള്ള ആരെ അറസ്റ്റ് ചെയ്യണമെന്ന് അവർക്കറിയില്ലല്ലോ. വെമ്പാട്ടധികാരനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിലാണ് മലപ്പുറത്തുള്ള നേതാക്കളാണ്. ശ്രീധരൻ നായർ ചൂണ്ടിക്കൊടുക്കുന്നതും മലപ്പുറത്തുള്ള നേതാക്കളാണ്. ഉണ്ണിയെ അറസ്റ്റ് ചെയ്തതും നിലമ്പൂരിലുള്ള നേതാക്കളാണ്. ആ നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയുടെ ക്രൂരമുഖങ്ങളും അക്രമ ഭരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും. അവരൊക്കെ ഈ അടിയന്തരാവസ്ഥ ഇവിടെ ഒറ്റ കാരണം കൊണ്ട് 1977 പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ദിരാഗാന്ധിയും ഗവൺമെൻറ്റും പാപ്പറായി പരാജയപ്പെട്ട് പുറത്തുപോയി. മാത്രമല്ല ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇന്ത്യ മുഴുവൻ തൂത്തുവാരി. ആ സമയത്ത് ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞ് മറുവശത്ത് പോയവർ ഈ അടിയന്തരാവസ്ഥ കൈകാര്യം ചെയ്ത നേതാക്കളായിരുന്നു. അവരൊക്കെ നമ്മളെ ലോകക്കാരും സൗഹൃദമുള്ളവരും ആയതുകൊണ്ട് പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അന്നത്തെ KPCC പ്രസിഡന്റ് AK ആൻ്റണിയാണ്. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആര്യാട് മുഹമ്മദാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ. ആ ശക്തി കേന്ദ്രങ്ങളൊക്കെ ഇന്ദിരാഗാന്ധി തോറ്റ് പരാജയപ്പെട്ട് നശിച്ചപ്പോൾ പുറത്തു പോയി അവർ വേറെ പാർട്ടി ഉണ്ടാക്കി ഇന്ദിരാഗാന്ധി യക്ഷിയാണ് എന്ന് വരെ പ്രസംഗിച്ചു. ഇങ്ങനെ രാഷ്ട്രീയത്തിലെ ഒരുപാട് അവസരവാദികൾ ഏത് കാലത്തും ഉണ്ടാവും. 4ാമത്തെ ദിവസം ലീഡർ കരുണാകരൻ നേരിട്ട് വന്നു. അദ്ദേഹം വന്ന് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കാറ് നിർത്തിയപ്പോഴാണ് ഞാൻ കാണുന്നത്. അകത്ത് കയറി റൂമിലിരുന്ന് എന്നെ അടുത്ത് വിളിച്ചിരുത്തി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ